ഹലോ ഫാമിലി, നമ്മൾ സുധുവിൻ്റെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് വൈകി. ഞാൻ നോർമലി ഒരു 9:05 ആകുമ്പോഴേക്കും സ്കൂളിൽ എത്തുന്നതാണ്. ഇന്ന് കുറച്ച് വൈകി എത്താൻ. അതുകൊണ്ട് തന്നെ ചീത്ത പറഞ്ഞാലോ എന്നുകൊണ്ട് അവൾ ക്ലാസ്സിൽ പോകണ വരെ ഫ്രണ്ടിൽ തന്നെ ഞാൻ നിന്നു. അവരുടെ സ്കൂളിൽ അങ്ങനെയുണ്ട്. അവരുടെ സ്കൂളിലല്ല, എല്ലാ സ്കൂളുകളിലും അസംബ്ലിക്ക് മുമ്പ് എത്തണമെന്നുണ്ടല്ലോ. അങ്ങനെ വണ്ടിയിൽ നല്ല പെട്രോൾ കുറവായിരുന്നു. പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലോട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ആലത്തൂർ സ്വാതിയാണ്. റോഡ് പണി നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കാട്ടുശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് പോകാനാണെങ്കിലും എല്ലാവർക്കും, നമുക്കെന്നല്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട്. നമ്മൾ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്വാതിയിൽ നിന്നാണല്ലോ. സ്വാതിയിൽ നിന്ന് തൃശ്ശൂരിൻ്റെ ആ അറ്റം വേറെയും റോഡ് പണികൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ നല്ല നട്ടപ്പുറ വെയിലത്ത് നമ്മളൊക്കെ ഹെൽമറ്റും കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വെയിലത്ത് നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരു ജോലി, അവർക്ക് കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് നിൽക്കാൻ നല്ല പ്രയാസം തന്നെയല്ല. പാവം തോന്നിയൊരു കാഴ്ചയാണ്. നല്ല വെയിലത്ത് നല്ല ചൂട് ടാറ് റോഡിലൂടെയൊക്കെ ഒഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അടുത്ത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചൂട് നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒരു ദിവസം 2 ദിവസം എന്നല്ല, നിന്ന് കുറേ കാലം ആ ഒരു പണി ചെയ്യുന്നവരുടെ കാര്യം നല്ല ചൂട് ടാറല്ലേ, നമുക്കത് അടുത്ത് കൂടെ പോകുമ്പോഴേ നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് പണി ചെയ്യുമ്പോഴും അവരുടെ തൊഴിലായിരിക്കാം, എന്നാലും നമ്മളെപ്പോലെ മനുഷ്യന്മാർ തന്നെയല്ലേ. അങ്ങനെ ഞങ്ങളിവിടെ തുരങ്കം എത്തിയിട്ടുണ്ട്. നല്ല രസമല്ലേ. ഇത്രയും ചൂടത്ത് വന്നിട്ട് അതിൻ്റെ ഉള്ളോട്ട് കയറിയപ്പോൾ നല്ല സുഖമായിരുന്നു. അപ്പം നമ്മൾ തൃശ്ശൂർ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട് പണി നടക്കുന്നത് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് ടൈലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ വന്നതാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ, സീനായിരുന്നു. ഇതാണ് ഷോപ്പ്. ഏട്ടന് ഇഷ്ടം ലൈറ്റ് കളേഴ്സാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ളതൊക്കെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിൻസി ചേച്ചി കേട്ടോ. നമ്മളെ പോയപ്പോൾ മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളായിരുന്നു നമ്മുടെ കൂടെ. നല്ല സപ്പോർട്ടിങ് ആണ്. നമുക്ക് ഓരോ സജഷൻസ് പറഞ്ഞു തരാനാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ചേച്ചിയായിരുന്നു കേട്ടോ. ആളുടെ പേര് ജിൻസി എന്നാണ്. നിറയെ കളക്ഷൻസ് ഉണ്ട്, പല കളേഴ്സ്. നമുക്ക് എങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാത്രമല്ല അവിടെ ബാത്റൂമൊക്കെ ഇല്ലേ, നമുക്ക് ഓരോ ടൈൽ എടുക്കുമ്പോൾ അത് സെറ്റ് ചെയ്താൽ ഇങ്ങനെ ക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഒരു 10-20 സെക്ഷനായിട്ട് ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ടാപ്പ് മുതലുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആൾക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പം നമ്മൾ ടൈൽ എടുക്കാൻ വന്നിരിക്കുന്ന ഷോപ്പ് വന്നിട്ട് രാഹുൽ ടൈൽസ് എന്നാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ടൈൽസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മണി കഴിഞ്ഞു. അപ്പോഴേക്കും നന്നായി വിശക്കാൻ തുടങ്ങി. അപ്പോൾ വരുന്ന വഴി കണ്ടൊരു ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ വ്യൂ കണ്ടിട്ടാണ് നമ്മൾ നിർത്താൻ കാരണം. മൊത്തം പച്ചപ്പാണ്, ചെടികളും മരങ്ങളും, അതിൻ്റെ ഇടയിൽ ഒരു വീട്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ കുറേ മീനുകൾ, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സിൻ്റെ ഇത് കണ്ടോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മരത്തിന് ചുറ്റും കുറേ മുയലുകൾ. ഇത് ഞാൻ വന്ന സമയത്ത് ഇത്ര എണ്ണം ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, ആ കല്ലിൻ്റെ ഉള്ളിൽ കുറേ കുട്ടികൾ, അമ്മ മുയൽ, കുട്ടി മുയൽ, അങ്ങനെ കുറേ ഉണ്ട് കണ്ടോ. നമുക്ക് അടുത്തടുത്ത് വരുമ്പോഴാണ് ആ കല്ലിൻ്റെ ഉള്ളിലൊക്കെ പമ്മി നമ്മളെ കണ്ടിട്ട് ഇറുകി നിൽക്കണം, ഒളിച്ച് നോക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. ഫ്രൈഡ് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഏട്ടൻ ബിരിയാണി ആയിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, ജ്യൂസ് കഴിച്ചു. ഫ്രൈഡ് റൈസ് ഓക്കെ ആയിരുന്നു, ബിരിയാണി ആവറേജ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിക്കുള്ള ബില്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈല് നോക്കാൻ പോയ ഒരു ദിവസത്തെ വ്ളോഗാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ.